നമസ്കാരം. ഹരിശ്രീ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ സയൻസിലെ വൈദ്യുതിയുടെ ലോകം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSCയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ശ്രദ്ധിച്ച് ക്ലാസ് നോക്കുക. ആദ്യം, അയ്യോ കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെ എമർജൻസി ലാബ് ഉണ്ടല്ലോ, അത് ഓണാക്കിയാൽ പോരെ മുത്തച്ഛ എന്നൊരു മുത്തശ്ശനും കുട്ടിയും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വീട്ടിലെ ഒരു സന്ദർഭമാണ് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് കറണ്ട് പോയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? രാത്രി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നമ്മൾ സാധാരണയായി എന്തൊക്കെയാണ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? മെഴുകുതിരി ഉപയോഗിക്കും, അതുപോലെ മൊബൈലിൻ്റെ ടോർച്ച് ഓണാക്കും, മണ്ണെണ്ണ വിളക്കുള്ളവർ മണ്ണെണ്ണ വിളക്ക് കത്തിക്കും, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്തരം ഒരു സംവിധാനമാണ് എമർജൻസി ലാമ്പ്. നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? ഉണ്ടാവില്ല. എല്ലാവരുടെ വീട്ടിലും എമർജൻസി ലാമ്പ് ഉണ്ടാവും. ഇനി താഴെ എമർജൻസി ലാമ്പ് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്നും ആവശ്യമില്ല. ഇനി വൈദ്യുതിയുടെ ലഭ്യത നോക്കൂ. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഊർജ്ജ രൂപമാണ്. മറ്റു പല രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഇനി വൈദ്യുതിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അത് മറ്റ് പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പത്തിൽ മാറ്റാൻ നമുക്ക് പറ്റും. ഇനി നോക്കൂ, താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിമോട്ടിൻ്റെയും ക്ലോക്കിൻ്റെയും മൊബൈല്, LED, അയൺ ബോക്സ്, ഇതിനെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊക്കെ ഒരു ഊർജ്ജ രൂപമാണ്, ഓരോ ഊർജ്ജങ്ങൾ വേണമല്ലേ? അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നോക്കൂ, വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി കൊടുത്തിട്ടുണ്ട്, സെല്ല് കൊടുത്തിട്ടുണ്ട്, രാസ സെല്ല് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡ്, അതുപോലെ സൗര സെല്ലുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. വൈദ്യുത സ്രോതസ്സുകൾ എന്താണ്? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന എല്ലാ സംവിധാനങ്ങളിൽ നമ്മൾ എന്തു പറയുന്നു? വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഇനി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇനി എന്താണ് വൈദ്യുത സെല്ലുകൾ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തിനെയാണ് വൈദ്യുത സെല്ലുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയിൽ വൈദ്യുതോർജ്ജം എന്തായി മാറുകയാണ്? രാസോർജ്ജമായിട്ട് സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് സെല്ലും ബാറ്ററിയും? അതായത് സെല്ല് നമ്മളിപ്പോൾ പഠിച്ചു. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് സെല്ലുകൾ എന്ന് പഠിച്ചു. ഇങ്ങനെ കുറേ സെല്ലുകൾ ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബാറ്ററി ഉണ്ടാക്കുന്നത്. താഴെ നോക്കൂ, ഒരു സെല്ലിൻ്റെ ചിത്രം, അത് സെല്ലുകൾ യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ബാറ്ററിയുടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. ഈ സെല്ലുകളെ ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാം. മൊബൈലിൽ നമ്മൾ സെല്ല് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യും. എന്നാൽ നമ്മൾ ക്ലോക്കിൽ സെല്ല് ഉപയോഗിക്കുന്നുണ്ട്, അതിന് നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ എന്താണ് സെല്ലുകൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്തു ചെയ്യും? എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നാലോ? ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെല്ലുകളെ പ്രധാനമായും റീചാർജ് ചെയ്യാൻ പറ്റുന്നവ, റീചാർജ് ചെയ്യാൻ പറ്റാത്തവ എന്നിങ്ങനെ 2 തരമുണ്ട്. ഇനി വൈദ്യുതിയുടെ ലഘുചരിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യുതിയുടെ ലഘു ചരിത്രമാണ് പറയുന്നത്. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരുതരം മരക്കറ ഉപയോഗിച്ച് ഉണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി നാരുപോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്നു കാണുന്ന രീതിയിലുള്ള വൈദ്യുത
വൈദ്യുത ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. ഇനി നോക്കൂ, എന്താണ് സ്വിച്ച്? ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണത്തിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണത്തിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, കാരണം ബൾബ് കത്തൂലോ. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സർക്യൂട്ട് തുറന്നതാകുന്നു. ഇനി താഴെ വിവിധ തരം സ്വിച്ചുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്ക്, സ്വിച്ചുകൾ വിവിധ തരം. പല സന്ദർഭങ്ങളിൽ വിവിധ തരം സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവ പരിചയപ്പെടാം. ഏതൊക്കെയാണ്? സാധാരണ സ്വിച്ച്, ടൂ വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, അതുപോലെ പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സ്വിച്ചുകളാണ്. സാധാരണ സ്വിച്ച് ഉണ്ടാവും, ടൂ വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച് എന്നിവയൊക്കെ പ്രധാനമായും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വിച്ചാണ്. ഇനി എന്താണ് ഒഴുകുന്ന വൈദ്യുതി? സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ്? വയേഴ്സിലൂടെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കളെ കുറിച്ച് പഠിക്കാനാണ് ഇനി പോകുന്നത്. ഇതിൽ പ്രധാനമായും നോക്കൂ, ഇനി പ്രധാനമായും നെക്സ്റ്റ് പോർഷൻ വരുന്നത് ലോഹങ്ങൾ എന്നൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേക ലോഹങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോഹങ്ങളെല്ലാം സാധാരണയായി അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മെർക്കുറി രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ലോഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ വൈദ്യുതിയെക്കുറിച്ചാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ലോഹങ്ങളും എന്ത് ചെയ്യുന്നത്? വൈദ്യുത ചാലകങ്ങളാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്ര ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹിക ജീവിതത്തിലും വന്ന മാറ്റങ്ങൾ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രാചീന ശിലായുഗത്തിലെയും നവീന താമ്ര ശിലായുഗത്തിലെയും എന്താണ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോഹങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. പ്രാചീന ശിലായുഗത്തിൽ കല്ലും കട്ടകളുമാണെങ്കിൽ പിന്നീട് എന്താണ് നമ്മുടെ നവീന ശിലായുഗം അല്ലെങ്കിൽ താമ്ര ശിലായുഗത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് താമ്ര ശിലായുഗം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലോഹങ്ങൾ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ലോഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതവിടെ പറയുന്നത് കേട്ടോ. ഇനി പലതരം വയറുകളുണ്ട്, കണ്ടോ? ഇനി ഇൻസുലേഷനൊക്കെ നീക്കിയിട്ട് വീട്ടിൽ പലതരം വയറുകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇൻസുലേഷനൊക്കെ നീക്കിയിട്ട് അതിൽ ലോഹ കമ്പികൾ നോക്കി നമുക്കറിയാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻസുലേഷനിൽ അല്ലെങ്കിൽ വയറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അത് ചെമ്പ് കമ്പിയാണെന്നറിയാം. എന്നാൽ നമ്മൾ ഇലക്ട്രിക് ലൈനുകളിൽ ഉപയോഗിക്കുന്ന എന്താണ്? അലുമിനിയമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തത്? ഒന്നാമത് ചെമ്പ് കമ്പിക്ക് നല്ല ഭാരം കൂടുതലാണ്. രണ്ടാമത് അലുമിനിയത്തെക്കാളും എന്താണ് ചെമ്പ് കമ്പിക്ക് വില കൂടുതലാണ്. അത് നമുക്ക് മുതലാവൂല. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഭാരം കൂടുതൽ, പിന്നെ ചെമ്പ് കമ്പിക്ക് എന്താണ് ധാരാളം വിലയാണ്, ഭയങ്കര വിലയാണ്. ഈ കട്ടിംഗ് പ്ലെയർ, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രീഷ്യൻസ്മാർ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. എന്തിനാണ് ഈ കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത്? അതായത് വലിയ കട്ടിംഗ് ടൂളുകളുണ്ടല്ലോ, അത് എത്തിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ചെറിയ വയറുകളും പിന്നുകളും ഒക്കെ മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുക. വലിയ കട്ടിംഗ് മെഷീൻ കൊണ്ടുവരാതെ ചെറിയ ചെറിയ വയറുകൾ അതുപോലെ ചെറിയ പിന്നുകളൊക്കെ മുറിക്കാൻ വേണ്ടി നമ്മൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത സ്ട്രിപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് വയറുകളിൽ നിന്നും സംരക്ഷണ അതിലൊരു പുറത്തുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ടല്ലോ, അത് നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്ക്രൂ ഡ്രൈവർ അറിയാം, സ്ക്രൂകൾ മുറുക്കാനും അതുപോലെ അത് നീക്കം ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. ടെസ്റ്ററും നമ്മുടെ വൈദ്യുത പ്രവാഹം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്യുന്നു. ഇനി കുറച്ച് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാലക കമ്പിയുടെ ചിഹ്നം, അതുപോലെ സ്വിച്ചിൻ്റെ ചിഹ്നം, സ്വിച്ച് ഓൺ ചെയ്തിരിക്കുമ്പോൾ എന്താണ് അവസ്ഥ, അതുപോലെ സെല്ലിൻ്റെ
ചിഹ്നം, ബാറ്ററിയുടെ ചിഹ്നം, പ്രകാശിക്കാത്ത ബൾബിൻ്റെ ചിഹ്നം, പ്രകാശിക്കുന്ന ബൾബിൻ്റെ ചിഹ്നം. ബസ്റ്ററുടെ ചിഹ്നമാണ്. മിനി മോട്ടോറിൻ്റെ ചിഹ്നം, LED ചിഹ്നം, LED ചിഹ്നം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ചാലക കമ്പി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നു. സെല്ലുകൾ, ബാറ്ററി, പ്രകാശിക്കാത്ത ബൾബ്, പ്രകാശിക്കുന്ന ബൾബ്, ബസ്റ്റർ, മിനി മോട്ടർ, LED. ഇനി നെക്സ്റ്റ് അതിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഗാർഹിക വൈദ്യുതിയാണ്. നമ്മുടെ വീടുകളിൽ നമുക്കറിയാമല്ലോ, വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അത് എത്ര വോൾട്ടിലാണ്? 230 വോൾട്ടിലാണ്. വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? 230 വോൾട്ട്. വീട്ടിലെത്തുന്ന വൈദ്യുതിയുടെ അല്ലെങ്കിൽ ഗാർഹിക വൈദ്യുതിയുടെ അളവ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 230 വോൾട്ട്. എന്താണ് വൈദ്യുത ഷോക്ക് എന്നാണ് പറയുന്നത്? ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ടുകൾ പോലുള്ള ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിൽ എത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹൃദയാഘാതമാണ്. അപ്പോൾ വൈദ്യുത ഷോക്ക് എന്താണെന്നാണ് പറയുന്നത്? വൈദ്യുതി ശരീരത്തിലൂടെ പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ ശരീരത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ വൈദ്യുത ചാലകങ്ങളായിട്ടാണ് നമ്മുടെ ശരീരങ്ങളെല്ലാം കാണപ്പെടുന്നത്. പൊട്ടിയ വൈദ്യുത ലൈനിലോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ടുകൾ പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിൽ എത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാവുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹൃദയാഘാതമാണ്. ഇനി എന്താണ് മിന്നലും വൈദ്യുതിയും? മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ മിന്നലിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ മേഘങ്ങളിലെ ചാർജ് ഒന്നില്ലെങ്കിൽ അടുത്തുള്ള മേഘങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ ശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇടിമിന്നൽ എന്താണ്? ശക്തമായ വൈദ്യുത പ്രവാഹമാണ്. അതുകൊണ്ടാണ് മിന്നലേറ്റിട്ട് എന്തുണ്ടാവുന്നത്? അപകടം ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾക്കറിയാമല്ലേ, ഷോക്കേറ്റിട്ട് ഇന്നാളിങ്ങനെ ഒരു കുട്ടി, മിഥുൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു അല്ലേ. അപ്പോൾ ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ നമുക്കും എന്ത് ചെയ്യും? ഷോക്ക് ഏൽക്കും. അപ്പോൾ ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങിയ മരക്കഷ്ണമോ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. അപ്പോൾ വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ ആളുടെ നെഞ്ചിൽ കൈകൾക്കുമേൽ വെച്ച് തുടർച്ചയായിട്ട് അമർത്തണം. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. ഹൃദയമിടിപ്പ് ഇനി നിലച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നെഞ്ചിന്മേൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മിയിട്ട് എന്ത് ചെയ്യണം? ചൂടാക്കണം. സ്വയം ശ്വസിക്കാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഇനി ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനടി എന്ത് ചെയ്യണം? ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ എന്തെല്ലാമാണ് പറയുന്നത്? ഒന്ന്, ആദ്യം വൈദ്യുതി ബന്ധം നമ്മൾ വിച്ഛേദിക്കണം. അതിനായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ ആളുടെ നെഞ്ചിനുമേൽ കൈകൾ വെച്ച് തുടർച്ചയായിട്ട് അമർത്തണം. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ മേൽക്കുമേൽ വെച്ചിട്ട് അമർത്തണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനടി എന്ത് ചെയ്യണം? ആശുപത്രിയിൽ എത്തിക്കണം.
ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറേറ്റർ. നമുക്കറിയാലോ, നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്ന് ഉള്ള ഊർജം ഉപയോഗിച്ചാണ് ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈദ്യുതി ഉണ്ടാക്കുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമാവുകയും പിന്നീട് വൈദ്യുതോർജവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായിട്ടും മാറുന്നു. ഇനി എന്താണ് ജലവൈദ്യുത നിലയങ്ങൾ? ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് വൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ജലം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. ഇന്ധനങ്ങളുടെ വില, മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ നല്ല മേന്മയാണ് അത് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജലവൈദ്യുത നിലയങ്ങളിൽ, അതായത് അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നു. ജലം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി പ്രധാനമായും പിന്നെയുള്ള വൈദ്യുത നിലയങ്ങളാണ് താപവൈദ്യുതി ഉൽപാദനത്തിനുള്ള മറ്റു സാധ്യതകളാണ് താപവൈദ്യുത നിലയവും ആണവോർജ നിലയം, അതുപോലെ കാറ്റാടി പാടങ്ങൾ. നോക്കൂ, ചിത്രം നിരീക്ഷിച്ചു. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിൻ്റെയും തിരമാലകളുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് താപവൈദ്യുത നിലയങ്ങളുണ്ട്, ആണവ വൈദ്യുത നിലയങ്ങളുണ്ട്, കാറ്റാടിപ്പാടങ്ങൾ ഉണ്ട്. ഇനി അതുപോലെ നോക്കൂ, താഴെ സോളാർ പാനലിൻ്റെ ചിത്രവും ചന്ദ്രയാൻ 3യുടെ ചിത്രവും സോളാർ കാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനത്തിനെയാണ് നമ്മൾ സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. ഭാവിയിൽ വരാവുന്ന ഊർജ്ജ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് ഈ സൗരോർജ്ജം എന്ന് പറയുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിനായി ഗവേഷണങ്ങൾ പ്രവർത്തനം നടത്തി വരുന്നു. അപ്പോൾ സോളാർ പാനലുകൾ ചന്ദ്രയാൻ 3 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോളാർ കാറുകളുണ്ട് അല്ലേ, സൂര്യൻ്റെ സോളാർ കാറുകളൊക്കെ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി വൈദ്യുതി പാഴാക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, സേവ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം. ഇത്രയുമാണ് നമുക്ക് ആ ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു, എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ.